Okay, നമ്മൾ ഇനി ചെയ്യുന്ന പ്രോബ്ലം എക്സസൈസ് 3.5 fourth question, that is word problem questions. That questions third sub question ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. Okay, exercise 3.5 fourth questionന്റെ third sub question നന്നായിട്ട് റീഡ് ചെയ്യുക. യാഷ് scored 40 marks in a test. യാഷ് യാഷ് 40 മാർക്സ് ഒരു ടെസ്റ്റിൽ 40 മാർക്സ് സ്കോർ ചെയ്തു. ഓക്കെ, യാഷിന് ഒരു ടെസ്റ്റിന് കിട്ടിയ മാർക്സ് എന്ന് പറയുന്നത് 40 ആണ്. 3 മാർക്സ് ഫോർ ഈച്ച് റൈറ്റ് ആൻസർ, അതായത് ഓരോ കറക്റ്റ് ആൻസറിനും നമുക്കാണെങ്കിലും ഇപ്പം എക്സാമിന് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ എന്ന് പറയുന്ന പോലെ ഓരോ കറക്റ്റ് ആൻസറിനും ഒരു കറക്റ്റ് ആൻസറിന് 3 മാർക്സ് വെച്ച് കിട്ടി. ആൻഡ് ലോസിങ് 1 മാർക്ക് ഫോർ ഈച്ച് റോങ് ആൻസർ. ഓക്കെ, അപ്പം കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് 3 മാർക്സ് കിട്ടി. അതോടൊപ്പം തെറ്റായിട്ടുള്ള ഉത്തരവാണെങ്കിൽ 1 മാർക്ക് അവന് നഷ്ടപ്പെടും. ഓക്കെ, ഇപ്പം നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പം PSC പോലുള്ള ടെസ്റ്റുകളിൽ നമുക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ 10 ക്വസ്റ്റ്യൻസ് തന്നു, ഒരു ക്വസ്റ്റ്യന് നമുക്ക് 2 മാർക്സ് ആണെന്ന് വിചാരിക്കുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അപ്പം നമ്മൾ ആൻസർ എഴുതിയപ്പം നമ്മളുടെ 8 ആൻസേഴ്സ് കറക്റ്റ് ആയിരുന്നു അല്ലേ. 8 ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് വെച്ച് നമുക്കവിടെ 16 മാർക്സ് കിട്ടി. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് വെച്ച് നമുക്ക് 16 മാർക്സ് കിട്ടി. പിന്നെ അവർ നമ്മളോട് പറയുന്നുണ്ട് ഓരോ റോങ് ആൻസറിനും 1 മാർക്ക് നഷ്ടപ്പെടും. ഒരു ആൻസർ തെറ്റാണെങ്കിൽ നമുക്ക് 1 മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയ ടോട്ടൽ 10ൽ എൻ്റെ 2 ആൻസർ എൻ്റെ തെറ്റായിരുന്നു അല്ലേ. ഈ 2 ആൻസർ എൻ്റെ തെറ്റായിട്ടുള്ള ആൻസർ ആണ്. അപ്പം 2 ആൻസർ തെറ്റാണെങ്കിൽ 2 × 1 എൻ്റെ 2 മാർക്സ് ഇവിടെ നഷ്ടപ്പെടും. ഓക്കെ, അപ്പം എനിക്ക് 16 മാർക്സ് കിട്ടിയെങ്കിലും ഇതിനകത്തുനിന്ന് 2 പോന്നു കഴിയുമ്പോൾ പിന്നെ എനിക്ക് എത്രയേ കിട്ടുകയുള്ളൂ? 14 മാർക്സേ എനിക്ക് കിട്ടുകയുള്ളൂ. ക്ലിയർ ആയോ? അപ്പം ഞാനിത് 2 അറ്റൻഡ് ചെയ്യാതിരുന്നെങ്കിൽ എനിക്ക് ഈ 16 മാർക്സ് കിട്ടിയേനെ. പക്ഷേ ഞാൻ ആ 2 ക്വസ്റ്റ്യൻ എഴുതിയത് എൻ്റെ തെറ്റായിപ്പോയി. തെറ്റിപ്പോയപ്പം ആ മാർക്സ് കുറച്ചിട്ട് മാത്രമേ എനിക്ക് എൻ്റെ ടോട്ടല് വരുന്നുള്ളൂ. ഓക്കെ, എന്ന് പറയുന്ന പോലെ 3 മാർക്സ് കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടി. പക്ഷെങ്കിൽ അവന് ഓരോ ആൻസറും തെറ്റുന്നതനുസരിച്ച് അവൻ്റെ ഓരോ മാർക്ക് ഈ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് കിട്ടിയ മാർക്കിൽ നിന്ന്, ഇവിടെ ഇപ്പം എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് കിട്ടിയ മാർക്ക് 16 ആണ്. അതിനകത്തുനിന്ന് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റാണെങ്കിൽ ഇതിനകത്തുനിന്ന് എൻ്റെ ആ മാർക്സ് നഷ്ടപ്പെടും. അത് മൈനസ് ചെയ്തിട്ട് പിന്നെ എനിക്ക് കിട്ടുകയുള്ളൂ. അതേസമയം നമ്മളിത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് 16 മാർക്സ് തന്നെ കിട്ടും. അതാണ് വലിയ എക്സാമുകൾക്കൊക്കെ പറയുന്നത് നെഗറ്റീവ് മാർക്കുണ്ട്, അപ്പം നിങ്ങൾ അറിയാവുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അല്ലേ. ഇതാണ് കാരണം നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അതിൽ നിന്നാണ് നമ്മളുടെ തെറ്റായിട്ടുള്ള ഉത്തരത്തിൻ്റെ മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അന്ന് നമ്മുടെ ആഷിന് ഓരോ കറക്റ്റ് ആൻസറിനും 3 മാർക്സ് വെച്ച് കിട്ടി. അതിൽ നിന്ന് അവൻ്റെ തെറ്റായിട്ടുള്ള ആൻസേഴ്സിൻ്റെ മാർക്ക് അവന് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവന് 40 മാർക്സ് കിട്ടിയിരിക്കുന്നത്. ഇനി had 4 marks for each correct answer and 2 marks deducted for each wrong answer. അടുത്ത കണ്ടീഷനിൽ അവർ പറഞ്ഞിരിക്കുവാണ് യാഷിന് 50 മാർക്സ് കിട്ടി. അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് എത്ര മാർക്കാന്ന് പറഞ്ഞിരിക്കുന്നു? 4 മാർക്സ് ആണ്. തെറ്റായിട്ടുള്ള ആൻസേഴ്സിന് അവൻ്റെ 2 മാർക്സ് ഡിഡക്റ്റഡ് ഫോർ റോങ് ആൻസർ. അതായത് ആ കറക്റ്റ് ആയിട്ടുള്ള മാർക്കിൽ നിന്ന് അവൻ്റെ ഈ 2 മാർക്സ് അവൻ്റെ തെറ്റായിട്ടുള്ള ആൻസേഴ്സിന് എത്ര മാർക്കാണോ ഉള്ളത് അതിങ്ങനെ മൈനസ് ചെയ്തുകൊണ്ട് ഇരിക്കും. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും മാർക്കാണ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമുക്കറിയില്ല എത്ര ആൻസേഴ്സ് കറക്റ്റാണ്, എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കറക്റ്റാണ് നമുക്കറിയില്ല, എത്ര എണ്ണം തെറ്റാണെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളത് എന്തായിട്ട് എടുക്കുന്നു? യെസ്, എക്സ് എന്നും y എന്നും എടുക്കുന്നു. അപ്പം നമുക്ക് എഴുതാം നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ്, അതായത് നമ്പർ ഓഫ്
ആൻസേഴ്സ് റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എക്സ് എന്നും നമ്പർ ഓഫ് റോങ് ആൻസേഴ്സിന്റെ എണ്ണം വൈ എന്നും കിട്ടി. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? എത്രയാണോ കറക്റ്റ് ആൻസേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അതേ പ്ലസ് തെറ്റായിട്ടുള്ള ആൻസേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ടോ അത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പൊ നമുക്കൊരു എക്സാമിന് 8 മാർക്സ് 8 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കറക്റ്റ് ആണ്. 8 എണ്ണത്തിന്റെ ആൻസർ കറക്റ്റ് ആണ്. അതിനകത്ത് 2 എണ്ണത്തിന്റെ ആൻസർ തെറ്റുമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയായിരിക്കും? 10 ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലെ. 10 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 8 എണ്ണം കറക്റ്റ് ആണ്, 2 എണ്ണം തെറ്റുമാണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 8 + 2 10 ആണ്. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനിലേക്ക് പോകാം. ഫസ്റ്റ് കണ്ടീഷനിൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് യാഷിന് കിട്ടിയേക്കുന്നത് 40 മാർക്സ് ആണ് കിട്ടിയേക്കുന്നത് അല്ലെ. അവന്റെ എത്ര ആൻസർ അവന് കറക്റ്റ് ആണോ ഒരു കറക്റ്റ് ആൻസറിന് എത്ര മാർക്ക് കിട്ടും? 3 മാർക്സ് കിട്ടും അല്ലെ. നോക്കിയേ എത്ര ആൻസേഴ്സ് കറക്റ്റ് ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. എക്സ് ആൻസേഴ്സ് കറക്റ്റ് ആണെന്ന് നമുക്ക് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പം എക്സ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്. ഒരു ആൻസറിന് 3 മാർക്സ് വെച്ച് എത്ര മാർക്ക് അവന് കിട്ടും? 3 × x 3x ആണ് അവന് കിട്ടുക അല്ലെ. മൈനസ് ഇതിനകത്ത് നിന്നാണ് കുറയുന്നത് അല്ലെ. നമ്പർ ഓഫ് റോങ് ആൻസേഴ്സിന്റെ എണ്ണം y ആണ്. ഒരു റോങ് ആൻസറിന് 1 മാർക്ക് വെച്ച് പോകും അല്ലെ. ഒരു റോങ് ആൻസറിന് 1 മാർക്ക് വെച്ച് പോയി നമുക്ക് y റോങ് ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 1 × y ആണ്. 1 × y എന്ന് പറഞ്ഞാൽ y തന്നെയാണ്. അങ്ങനെ ചെയ്തപ്പം അവന് കിട്ടിയ മാർക്കാണ് 40 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലാക്കുക. യാഷിന് 40 മാർക്സ് കിട്ടി. 3 മാർക്സ് ഫോർ ഈച്ച് റൈറ്റ് ആൻസർ. അതായത് അവന്റെ റൈറ്റ് ആൻസേഴ്സിന്റെ എണ്ണം എക്സ് ആണ്. എക്സ് റൈറ്റ് ആൻസേഴ്സ് ഉണ്ട്. ഒരു റൈറ്റ് ആൻസറിന്റെ 3 മാർക്ക് വെച്ച് അവന് 3x മാർക്ക് കിട്ടും. ഇതിൽ നിന്ന് അവന് ഓരോ മാർക്ക് കുറയുന്നു. അതായത് അവന്റെ നമ്പർ ഓഫ് റോങ് ആൻസേഴ്സിന്റെ എണ്ണം y ആണ്. ഒരു റോങ് ആൻസറിന് 1 മാർക്ക് വെച്ച് 1 × y അതിനകത്ത് നിന്ന് മൈനസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. നോക്കിയേ, സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് യാഷിന് 50 മാർക്സ് കിട്ടി. എങ്ങനെയാണ് യാഷിന് 50 മാർക്സ് കിട്ടുന്നത്? അവന് 50 മാർക്സ് കിട്ടണമെങ്കിൽ 4 മാർക്സ് ഫോർ ഈച്ച്. ഓക്കെ, യാഷിന് രണ്ടാമത്തെ കണ്ടീഷന് കിട്ടിയേക്കുന്ന മാർക്ക് 50 ആണ്. അവന്റെ കറക്റ്റ് ആൻസറിന് കിട്ടുന്നത് എത്ര മാർക്കാണ്? 4 മാർക്സ് ആണ് കറക്റ്റ് ആൻസറിന് കിട്ടുന്നത്. 2 മാർക്സ് തെറ്റായിട്ടുള്ള ആൻസറിന് കിട്ടുന്നു. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന്റെ എണ്ണം എക്സ് ആൻസേഴ്സ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് അല്ലെ. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സിന്റെ മാർക്ക് എന്ന് പറയുന്നത് 4 × x എന്നാണ്. അതായത് ഒരു കറക്റ്റ് ആൻസറിന് 4 മാർക്ക് ഉണ്ട്. അവന്റെ എക്സ് ആൻസേഴ്സ് കറക്റ്റ് ആണ് അല്ലെ. എക്സ് ആൻസേഴ്സ് കറക്റ്റ് ആണ്. അപ്പൊ അവന് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 4 × x ആണ്. അതായത് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് ആണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് 4 × 4 16 മാർക്സ് ആണ് നമുക്ക് ടോട്ടൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് കിട്ടുന്ന മാർക്ക്. എന്ന് പറയുന്ന പോലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന്റെ എണ്ണം എക്സ് ആണ്. ഒരു കറക്റ്റ് ആൻസറിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 4 വെച്ച് 4x മാർക്സ് ആണ് അവന് കിട്ടുക. മൈനസ് ഇനി അവന് തെറ്റായിട്ടുള്ളത് അതിനകത്ത് നിന്ന് കുറയണം അല്ലെ. തെറ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്സ് ആണ്. അങ്ങനെ എത്ര തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട്? y ആൻസേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 2 × y 2y = നമുക്ക് 50 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എലിമിനേഷൻ മെത്തേഡോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡോ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ 4x - 2y = 50 എന്നുണ്ട് അല്ലെ. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു 2 ഡിവൈഡ് ചെയ്യാം അല്ലെ. 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ 4/2 2x വരും.
-2/2 y വന്നു, 50/2 25 കിട്ടി. നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 2x - y = 25 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. 3x - y = 40, 2x - y = 25. നോക്കിയേ, ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, വൈയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. രണ്ടും സെയിം സൈൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ. സെയിം സൈൻ ആയതുകൊണ്ട് നമ്മളത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പം മൈനസ് പ്ലസ് മൈനസ് എന്ന് കൊടുക്കും അല്ലെ. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ചേഞ്ച് ചെയ്തു. 3 - 2 x ആണ്, -y + y 0 ആണ്. 40 - 25, 40 - 25 എന്ന് പറയുന്നത് 15 ആണ്. അപ്പം നമുക്ക് x = 15 എന്ന് കിട്ടി. ഇനി നമ്മൾ y കണ്ടുപിടിക്കണം അല്ലെ. x = 15 എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 3 × 15 - y = 40, 3 × 15 that is 45, minus y = 40, minus y = 40 minus 45, that is minus y = -5, therefore y = 5 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പം x = 15 y = 5 എന്നും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഇൻ ദ ടെസ്റ്റ്, ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ x + y ആണ്. ഇവിടെ x + y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 15 + 5 = 20. ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അതായത് നിങ്ങളിവിടെ മൈനസ് വന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലെ. കാരണം എത്ര ആൻസേഴ്സ് കറക്റ്റ് ആണോ അതിൻ്റെ മാർക്കിൽ നിന്ന് എത്ര ആൻസേഴ്സ് റോങ് ആണോ അതിൻ്റെ മാർക്ക് നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ യഥാർത്ഥത്തിലുള്ള മാർക്ക് കിട്ടുക. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചാണ് നമുക്കിവിടെ മൈനസ് വന്നിരിക്കുന്നത്. ഓക്കെ, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സിന് എത്ര മാർക്ക് കിട്ടിയോ അതിപ്പോൾ എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് കൂടുതൽ തെറ്റുകളാണുള്ളത്. തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ആണ് കൂടുതലെങ്കിൽ ആ തെറ്റായിട്ടുള്ള ആൻസേഴ്സിൻ്റെ മാർക്ക് കുറച്ചിട്ട്, അതായത് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ടെസ്റ്റുകളിലൊക്കെ പറയുന്നത് അറിയാവുന്നത് മാത്രമേ എഴുതാവുള്ളൂ എന്ന് നമ്മൾ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക എന്ന് പറയും. കാരണം ഈ നെഗറ്റീവ് മാർക്കുള്ള കേസാണെങ്കിൽ നമുക്ക് അറിയത്തില്ലാത്ത നമ്മൾ കറക്കിക്കുത്തി എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആ മാർക്കിൽ നിന്നാണ് നമ്മളുടെ ആ റോങ് ആയിട്ടുള്ള ആൻസേഴ്സിന്റെ മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ കറക്റ്റ് എത്രയെണ്ണം അറിയാവോ അത്രേ എഴുതാവുള്ളൂ എന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ. അത് ഇതുകൊണ്ടാണ് ഈ ഒരു രീതിയിലാണ് അവിടെ മാർക്ക് കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി റീഡ് ചെയ്യുക. പ്ലേസസ് എ ആൻഡ് ബി ആർ 100 കിലോമീറ്റർ എപ്പാർട്ട് ഓൺ എ ഹൈവേ. അതായത് എ എന്ന് പറയുന്ന പ്ലേസും ബി എന്ന് പറയുന്ന പ്ലേസും, ഇവിടെ എ എന്ന് പറയുന്ന ഒരു പ്ലേസ്, ബി എന്ന് പറയുന്ന പ്ലേസ്, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്ലേസസ് എ ആൻഡ് ബി ആർ 100 കിലോമീറ്റർ എപ്പാർട്ട് ഓൺ എ ഹൈവേ. വൺ കാർ സ്റ്റാർട്ട്സ് ഫ്രം എ. ഒരു കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കാർ 1 എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് അനദർ കാർ ഫ്രം ബി. അടുത്ത ഒരു കാർ, അതായത് നമ്പർ 2 കാർ നമ്പർ 1 എയിൽ നിന്നും കാർ നമ്പർ 2 ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്രം ബി അറ്റ് ദ സെയിം ടൈം, ഒരേ ടൈമിലാണ്. അതായത് എ എപ്പം വണ്ടി എടുക്കുന്നോ അതേ സെയിം ടൈമിൽ തന്നെ ബിയിൽ കിടക്കുന്ന കാറും വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ടുപേരും സെയിം ടൈമിലാണ് വണ്ടി എടുക്കുന്നത്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ കിടക്കുന്ന കാറും ബി എന്ന് പറയുന്ന പോയിന്റിൽ കിടക്കുന്ന കാറും ഒരേ സമയം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇഫ് ദ കാർ ട്രാവൽസ് ഇൻ ദ സെയിം ഡയറക്ഷൻ, രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇപ്പം ഇങ്ങോട്ടാണ് പോകുന്നത്, ഈ എ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ബിയും ഇതേ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അറ്റ് ഡിഫറൻറ്റ് സ്പീഡ്, പക്ഷെ അവയുടെ സ്പീഡ് വ്യത്യാസമുണ്ട്. ചിലപ്പം എയിൽ കിടക്കുന്ന എ എന്ന് പറയുന്ന പ്ലേസിൽ കിടക്കുന്ന കാർ നല്ല സ്പീഡിൽ പോകുമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന
പ്ലേസിൽ കിടക്കുന്ന കാറ് സ്പീഡിൽ പോകും. ഇവരുടെ രണ്ടുപേരുടെയും സ്പീഡ് വ്യത്യാസമുണ്ട്. ചിലര് ചിലപ്പോൾ 40 കിലോമീറ്റർ സ്പീഡിലായിരിക്കും, അടുത്തത് ചിലപ്പം 60 കിലോമീറ്റർ സ്പീഡിലായിരിക്കും പോവുക. പക്ഷെങ്കിൽ ഇവർ സെയിം ടൈമിലാണ് കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, then if the car travels in the same direction at a different speeds, they meet in 5 hours. അതായത് ഇപ്പം ഇവർ ഒരേ ടൈമിലാണ് കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, ഇവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇപ്പം എ എന്ന് പറയുന്ന കാർ ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ബി എന്ന് പറയുന്ന കാറും ഇതേ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവർ രണ്ടുപേരും സി എന്ന് പറയുന്ന പോയിന്റിൽ വന്നപ്പം രണ്ടുപേരും കൂട്ടിമുട്ടി. ഈ രണ്ട് കാറുകളും സി എന്ന് പറയുന്ന പോയിന്റിൽ വന്നപ്പം മീറ്റ് ചെയ്തു. എത്ര മണിക്കൂറിന് ശേഷമാണ് അവർ മീറ്റ് ചെയ്യുന്നത്? 5 hours, 5 മണിക്കൂർ കഴിഞ്ഞപ്പം രണ്ടുപേരും ഒരിടത്ത് തന്നെ മീറ്റ് ചെയ്തു. അതായത് എ എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് പോയ കാറും സിയിൽ വന്നു, ബി എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് ബിയിൽ നിന്ന് പോയ കാറും എയിൽ നിന്ന് പോയ കാറും 5 hours കഴിഞ്ഞപ്പം സി എന്ന് പറയുന്ന പോയിന്റിൽ വന്നപ്പോൾ രണ്ടുപേരും മീറ്റ് ചെയ്തു. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് അതിന്റെ ഇക്വേഷൻ എഴുതാം. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ കിടക്കുന്ന രണ്ട് കാറുകള്, എ എന്ന് പറയുന്ന പോയിന്റിൽ കിടക്കുന്ന കാറ് ഒരു ഡയറക്ഷനിൽ പോയി, അതേ സെയിം ഡയറക്ഷനിൽ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിൽ കിടക്കുന്ന കാറും പോയി. രണ്ടുപേരും 5 hours കഴിഞ്ഞപ്പം ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് നമ്മളോട് പറഞ്ഞ സ്പീഡ് ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് കാർ എ എന്ന് പറയുന്ന കാർ എയുടെ സ്പീഡ് എക്സ് എന്നും കാർ ബിയുടെ സ്പീഡ് വൈ എന്നും എടുക്കാം അല്ലെ. രണ്ടും ഡിഫറെന്റ് ആണ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ലെറ്റ് ദ സ്പീഡ് ഓഫ് കാർ എയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എക്സ് കിലോമീറ്റർ പെർ അവർ ആണ്. നമ്മൾ എപ്പോഴും സ്പീഡ് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് അല്ലെ. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് കാർ ബി എന്ന് പറയുന്ന കാറിന്റെ സ്പീഡ് y കിലോമീറ്റർ പെർ അവർ എന്നും നമ്മൾ എടുത്തു. നമുക്കറിയില്ല എ എന്ന് പറയുന്ന കാർ എത്ര സ്പീഡിലാണ് പോയത്, ബി എന്ന് പറയുന്ന കാർ എത്ര സ്പീഡിലാണ് പോയത് നമുക്കറിയില്ല. നമ്മളത് എക്സ് എന്നും വൈ എന്നും എടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിൽ അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത് അല്ലെ. രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത് അല്ലെ. എ എങ്ങോട്ട് പോയോ അതേ സെയിം ഡയറക്ഷനിലാണ് ബി എന്ന് പറയുന്ന കാറ് പോയേക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഫിസിക്സിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഈ കാർ എയുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ എ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ എ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ്, അല്ലെങ്കിൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പം സ്പീഡ് നമുക്കറിയില്ല, അത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ടൈം നമുക്കറിയാം, രണ്ടുപേരും 5 മണിക്കൂറുകൾ കഴിഞ്ഞ്, അതാണ് ടൈം തന്നിരിക്കുന്നത് അല്ലെ. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ എ ഈക്വൽ ടു 5x എന്ന് എഴുതാം. അപ്പൊ നോക്കിയേ, ഈ കാർ എ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ചിട്ടുണ്ട്, സി എന്ന് പറയുന്ന പോയിന്റ് വരെ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഈ എ സി ആണ് കാർ എയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കാർ എയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ സി ആണ്. എ സി ഈക്വൽ ടു 5x എന്ന് എഴുതാം. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ബി സഞ്ചരിച്ച ദൂരം, അതും സ്പീഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അതിന്റെ സ്പീഡ് നമ്മൾ y ആയിട്ട് എടുത്തേക്കുന്നു. ടൈം എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ. കാർ ബിയുടെ ദൂരം എത്രയാണ്? ബി ഇവിടെ നിന്ന് ഇവിടം വരെയാണ് പോയേക്കുന്നത്, ബി സി ആണ് അല്ലെ. അപ്പൊ ബി സി ഈക്വൽ ടു 5y എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ആണ്. അതായത് പ്ലേസ് എയും പ്ലേസ് ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 കിലോമീറ്റർ ആണ് അല്ലെ. അപ്പം എ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ സിയിൽ നിന്ന് ബി സി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എ ബി കിട്ടുന്നത്. എ ബി ഈക്വൽ ടു എ സി മൈനസ്
ബി സി ആണ്. ഓക്കെ, ദെൻ എ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് എ ബി 100 ആണ്. എ സി എന്ന് പറഞ്ഞാൽ അറിയാം 5x മൈനസ് 5y 5x മൈനസ് 5y ഈക്വൽ ടു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അതായത് ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇത് നമുക്കൊന്ന് നേരെ എഴുതാം. 5x മൈനസ് 5y ഈക്വൽ ടു 100. ഈ 3 പേരെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് x മൈനസ് y ഈക്വൽ ടു 20 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് മനസ്സിലായല്ലോ. അതായത് കാർ എയും കാർ ബിയും സെയിം ഡയറക്ഷനിൽ പോകുന്നു. സി എന്ന് പറയുന്ന പോയിന്റിൽ ചെല്ലുമ്പോൾ അവർ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ കാർ എ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ എ സി ആണ്. എ തൊട്ട് സി വരെ കാർ എ സഞ്ചരിച്ചു. കാർ ബി തൊട്ട് സി വരെയും സഞ്ചരിച്ച ഡിസ്റ്റൻസ് അത്രയും ദൂരം ട്രാവൽ ചെയ്തു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കാർ എ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. കാർ എയുടെ എക്സ് ആണ്. ടൈം എന്ന് പറഞ്ഞാൽ 5 ആണ്. 5x കിട്ടി. ഈ കാർ ബിയും അതുപോലെ തന്നെ 5y കിട്ടി. ഇനി നമുക്കറിയാം എ ബി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ എ ബി തന്നിട്ടുണ്ട്. ഈ എ ബി എന്ന് പറഞ്ഞാൽ എ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ബി തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു പോർഷൻ അല്ലെ. ഈ ഒരു പോർഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് ടോട്ടൽ എ സി മൈനസ് ബി സി ചെയ്താൽ മതി. അപ്പം നമുക്ക് 100 കിട്ടും. എ ബി ഈക്വൽ ടു 100 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായി എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലെ. സെക്കൻഡ് കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഈ കാറ് സഞ്ചരിച്ചേക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാറ് സഞ്ചരിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് നമ്മുടെ അടുത്ത് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോഴത്തേക്കിനും എ എന്ന് പറയുന്ന പ്ലേസ് ഇതാണ്, ബി എന്ന് പറയുന്ന പ്ലേസ് ഇതാണ് അല്ലെ. എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നിരിക്കുന്നത്. അതായത് കാർ എ ഇങ്ങോട്ടാണെങ്കിൽ കാർ ബി എങ്ങോട്ടാണ് വരുന്നത്? തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് അല്ലെ. ഇങ്ങോട്ട് തന്നെയാണ് കാർ ബി പോരുന്നത്. കാർ എ അങ്ങോട്ട് പോകുമ്പം കാർ ബി തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു അല്ലെ. നോക്കിയേ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദേ ട്രാവൽ ടുവേർഡ്സ് ഈച്ച് അതർ, ദേ മീറ്റ് ഇൻ 1 hour. അതായത് കാർ എ അങ്ങോട്ട് പോകുമ്പോൾ കാർ ബി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് വരുന്നു. ഇവർ രണ്ടുപേരും കൂടെ സി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. എത്ര മണിക്കൂർക്ക് ശേഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 hour എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് കാർ എ അങ്ങോട്ട് പോകുന്നു, കാർ ബി ഇങ്ങോട്ട് വരുന്നു. രണ്ടുപേരും ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ വന്നപ്പോൾ മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്തിരിക്കുന്നത് 1 hourന് ശേഷമാണ് രണ്ടുപേരും മീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് കണ്ടീഷനിൽ വെച്ച് നമുക്ക് പറയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ എ. കാർ എ സഞ്ചരിച്ചിരിക്കുന്ന ദൂരം അല്ലെ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ എ സെയിം ഇക്വേഷൻ തന്നെയാണ് അല്ലെ. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ടൈം നമുക്കറിയാം 1 hour ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ ആൻസർ എക്സ് എന്ന് കിട്ടി. ദെൻ ഡിസ്റ്റൻസ് എ സഞ്ചരിച്ചിരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ എ സി ആണ് അല്ലെ. എ സി ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. എ സി ഈക്വൽ ടു എക്സ്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ബി. കാർ ബി സഞ്ചരിച്ചിരിക്കുന്ന ദൂരം ഇവിടുന്ന് ഇങ്ങോട്ട് ബി സി ആണ്. അതായത് ബി സി ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ബി സി ഈക്വൽ ടു വൈ എന്നും കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം ടോട്ടൽ എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്. ടോട്ടൽ എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. എയും ബിയുടെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 100 ആണ്. ഈ എ ബി കിട്ടാൻ നമുക്കറിയാം എ സി പ്ലസ് ബി സി ആണ് എ ബി അല്ലെ. എ തൊട്ട് സി വരെയുള്ളതും സി തൊട്ട് ബി വരെയുള്ളതും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ ബി കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം എ ബി ഈക്വൽ ടു എ സി പ്ലസ് ബി സി അല്ലെ. എ സി നമുക്കിവിടെ കിട്ടി എക്സ്, ബി സി കിട്ടി വൈ, എ ബി നമുക്കറിയാം 100 ആണ്. അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ആയിരുന്നു. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു
100 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ആണ്. സെക്കൻഡ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 ആണ് അല്ലെ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100. ഓക്കെ, ഇത് നമുക്ക് ഏത് ആഡ് ചെയ്താലാണോ സബ്ട്രാക്ട് ചെയ്താലാണോ നമുക്കൊരു വേരിയബിൾ പോവുക? ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം എക്സ് പ്ലസ് എക്സ് 2x കിട്ടി, 2x ഈക്വൽ ടു 120 എന്ന് കിട്ടി. ദെർഫോർ എക്സ് ഈക്വൽ ടു 120/2 60 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 60 എന്ന് കിട്ടി. ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. 60 മൈനസ് വൈ ഈക്വൽ ടു 20, മൈനസ് വൈ ഈക്വൽ ടു 20 മൈനസ് 60, മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 40. ദെർഫോർ y ഈക്വൽ ടു 40 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പം എക്സിന്റെ ആൻസർ 60 എന്നും 60 കിലോമീറ്റർ പെർ അവർ ആണ്, സ്പീഡാണ് നമ്മളുടേത് അല്ലെ. ഇത് 40 കിലോമീറ്റർ പെർ അവർ എന്നും നമുക്ക് ആൻസർ കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യണം. അപ്പം സ്പീഡ് ഓഫ് കാർ എ എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്റർ സ്പീഡിലാണ് കാർ എ പോകുന്നത്, 40 കിലോമീറ്റർ സ്പീഡിലാണ് കാറ് ബി പോകുന്നത്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ പോയപ്പോഴത്തേക്കിനും അല്ലെ, കാർ എയും ബിയും ഒരേ ഡയറക്ഷനിൽ പോയപ്പം അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മീറ്റ് ചെയ്തു 5 മണിക്കൂർ കഴിഞ്ഞപ്പം. അപ്പൊ കാർ എ 60 കിലോമീറ്റർ സ്പീഡിൽ പോയത് കൊണ്ടാണ് ഇതിനെ ഓവർടേക്ക് ചെയ്ത് ബി സിയിൽ എത്തിയപ്പം എ എന്ന് പറയുന്ന കാറിനും സിയിൽ എത്താൻ സാധിച്ചത് അല്ലെ. കാരണം കാർ എ 60 കിലോമീറ്റർ സ്പീഡ് വേഗതയിൽ പോയി, പക്ഷെങ്കിൽ ബി 40 കിലോമീറ്റർ ആണ്, അത് ഇച്ചിരി പയ്യാണ് പോയത്. അതുകൊണ്ടാണ് രണ്ടുപേരും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മീറ്റ് ചെയ്തത്. ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ കണ്ടീഷൻ ആണെങ്കിൽ എ അങ്ങോട്ട് പോകുന്നു, ബി തിരിച്ചിങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി. സ്പീഡ് ഓഫ് കാർ എ 60 കിലോമീറ്റർ പെർ അവർ, സ്പീഡ് ഓഫ് കാർ ബി 40 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. The area of a rectangle reduced by 9 square units. അതായത് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ 9 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയുന്നു അല്ലെ. 9 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നു. Its length reduced by 5 units and breadth is increased by 3 units. അതായത് ലെങ്ത് 5 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യും, അതോടൊപ്പം ബ്രെഡ്ത്ത് 3 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമ്പം അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 9 യൂണിറ്റ്സ് ഡിക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി ഇഫ് ദ ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 3 യൂണിറ്റ്സ് ആൻഡ് ദ ബ്രെഡ്ത്ത് 2 യൂണിറ്റ്സ് ദ ഏരിയ ഇൻക്രീസ്ഡ് ബൈ 67. അതായത് ലെങ്ത് 3 യൂണിറ്റ്സ് കൂടുന്നു, അതോടൊപ്പം ബ്രെഡ്ത്ത് 2 യൂണിറ്റ്സ് കൂടുന്നു, അപ്പം അതിൻ്റെ ഏരിയ 67 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ റെക്ടാങ്കിൾ. ഡയമെൻഷൻസ് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും അറിയില്ല. അപ്പം നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആയിട്ടും ബ്രെഡ്ത്ത് വൈ എന്നും എടുക്കുന്നു. ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് എക്സ് എന്നും എടുക്കുന്നു, ബ്രെഡ്ത്ത് വൈ എന്നും എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, ഏരിയ റെഡ്യൂസ്ഡ് ബൈ 9 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. നമുക്കറിയാം ഏരിയ ഓഫ് റെക്ടാങ്കിൾ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ? റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമുക്ക് ഇവിടെ ഈ കേസിൽ വരുമ്പം ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ് അല്ലെ. അത് എത്ര യൂണിറ്റ് റെഡ്യൂസ് ചെയ്യുന്നു? 9 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ റെഡ്യൂസ്ഡ് ബൈ 9 യൂണിറ്റ്സ്. ഏരിയ റെഡ്യൂസ്ഡ് ബൈ 9 യൂണിറ്റ്സ്, അതായത് എക്സ് വൈ മൈനസ് 9. അപ്പം ആ ഒരു കേസിൽ ലെങ്ത് റെഡ്യൂസ്ഡ് ബൈ 5 യൂണിറ്റ്സ്. അപ്പം ലെങ്ത് 5 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നു. ലെങ്ത് എക്സ് ആണ്, അത് 5 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 5 ആയി അല്ലെ. ബ്രെഡ്ത്തിന്റെ കേസ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 യൂണിറ്റ്സ്. ബ്രെഡ്ത്ത് 3 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുകയാണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വൈ ആണ്,
3 യൂണിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പം അത് y പ്ലസ് 3 ആയി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് x മൈനസ് 5 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ y പ്ലസ് 3 ആണ്, ഈക്വൽ ടു എക്സ് വൈ മൈനസ് 9. അതായത് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് വൈ മൈനസ് 9 ആണ്. നമുക്കിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ എക്സ് ഇൻറ്റു 3 മൈനസ് 5 ഇൻറ്റു വൈ മൈനസ് 5 ഇൻറ്റു 3. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് 3x മൈനസ് 5y മൈനസ് 15 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 9 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്ക് ഈ എക്സ് വൈയും കൂടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. ഈ കോൺസ്റ്റന്റ് നമ്പറിനെ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പം എക്സ് വൈ ഈ പ്ലസ് എക്സ് വൈ ലെഫ്റ്റിലേക്ക് വരുമ്പം എന്തായി? മൈനസ് എക്സ് വൈ ആയി അല്ലെ. മൈനസ് എക്സ് വൈ പ്ലസ് 3x മൈനസ് 5y ഈക്വൽ ടു മൈനസ് 9. ഈ നെഗറ്റീവ് 15 റൈറ്റിലേക്ക് പോരുമ്പം പ്ലസ് 15 ആയി. ഓക്കെ, നമുക്കിവിടെ എക്സ് വൈ മൈനസ് എക്സ് വൈ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ. അപ്പം നമുക്ക് 3x മൈനസ് 5y ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 6 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ കിട്ടിയേക്കുന്നത് 3x മൈനസ് 5y ഈക്വൽ ടു 6 എന്നാണ്. സിമ്പിൾ ആണ്. ഇത് നമുക്ക് റെക്ടാങ്കിളിന്റെ ഏരിയ അറിഞ്ഞിരിക്കുന്ന ഇക്വേഷൻ. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അനുസരിച്ച് നമുക്കറിയാം എക്സ് ഇൻറ്റു വൈ എക്സ് വൈ ആണ്. അതിനകത്ത് 9 റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം നമുക്ക് എക്സ് വൈ മൈനസ് 9 ആയി. ഏരിയ 9 റെഡ്യൂസ് ചെയ്യുമ്പം അവിടെ ലെങ്ത് 5 റെഡ്യൂസ് ചെയ്യുന്നു, ബ്രെഡ്ത്ത് 3 ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുമ്പം എക്സ് മൈനസ് 5ഉം വൈ പ്ലസ് 3യും കിട്ടി. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നോക്കിയാൽ സെക്കൻഡ് കണ്ടീഷനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏരിയ. ഓക്കെ, ഏരിയ ഇൻക്രീസസ് ബൈ 67 യൂണിറ്റ്സ്. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് വൈ ആണ്. എക്സ് വൈ ഇൻക്രീസ് ചെയ്യുന്നു, 67 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഏരിയ അപ്പൊ നമുക്ക് എക്സ് വൈ പ്ലസ് 67 എന്ന് എഴുതാം അല്ലെ. അപ്പൊ നോക്കിയാൽ അവിടെ ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 3 യൂണിറ്റ്സ് ആൻഡ് ദ ബ്രെഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 2 യൂണിറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അതായത് എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 2 ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 67. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമ്മുടെ ഏരിയ അല്ലെ. അപ്പം ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 67. ഇത് നമ്മൾ മുമ്പേ ചെയ്ത പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, എക്സ് ഇൻറ്റു വൈ ചെയ്യുക, എക്സ് ഇൻറ്റു 2 ചെയ്യണം, 3 ഇൻറ്റു വൈ ചെയ്യണം, 3 ഇൻറ്റു 2 ചെയ്യണം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് 2x പ്ലസ് 3y പ്ലസ് 6 ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 67. മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ എക്സ് വൈ ഈ പ്ലസ് എക്സ് വൈ ലെഫ്റ്റിലേക്ക് വരുമ്പം മൈനസ് എക്സ് വൈ പ്ലസ് 2x പ്ലസ് 3y ഈക്വൽ ടു 67. ഈ പ്ലസ് 6 റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് 6 ആയി. ഓക്കെ, നമുക്കറിയാം ഈ എക്സ് വൈയും ക്യാൻസൽ ആയി പോയി. എന്നിട്ട് നമുക്ക് 2x പ്ലസ് 3y ഈക്വൽ ടു 67 മൈനസ് 6 ആണ്. 67 മൈനസ് 6 61 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇത് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ, 3x മൈനസ് 5y ഈക്വൽ ടു 6 ആണ്. സെക്കൻഡ് ഇക്വേഷൻ 2x പ്ലസ് 3y ഈക്വൽ ടു 61. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമുക്ക് ഈ ഫസ്റ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആകാം. ഇൻറ്റു 2 ചെയ്താൽ മതി, ഇവിടെ ഇൻറ്റു 3 ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 3 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ കിട്ടും? 3 ഇൻറ്റു 2 6x മൈനസ് 10y ഈക്വൽ ടു 12 എന്നും 6x പ്ലസ് 9y ഈക്വൽ ടു 61 ഇൻറ്റു 3. 61 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ
183 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇൻറ്റു 2ഉം ഇൻറ്റു 3യും നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പം സൈൻ ചേഞ്ച് ചെയ്യുക. മൈനസ് 6x 0 ആണ്. -10 -9 -19y എന്ന് കിട്ടും അല്ലേ? -10 -9 -19y ആണ്. That is equal to -171 എന്ന് കിട്ടി. -171 കിട്ടി. Therefore y equal to -171 by -19. 171 by 19 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓക്കെ, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 9 കിട്ടും. അപ്പോൾ y ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? 9 എന്ന് ആൻസർ കിട്ടി. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം അല്ലെ? എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി put y equal to 9 in equation number 1. അതായത് y equal to 9 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3x - 5y = 6 ആണ് അല്ലേ? അപ്പം 3x - 5y 5 × 9 = 6. 3x - 45 = 6. 3x = 6 + 45 വരും. 6 + 45 51 ആണ്. x = 51 by 3. 51 by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ആണ്. അപ്പോൾ നമുക്ക് x = 17 എന്നും y = 9 എന്നും ആൻസർ ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ആണ് അല്ലേ? ലെങ്ത് എന്ന് പറഞ്ഞാൽ 17 എന്ന് കിട്ടി. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 9 എന്നും ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്ത് എഴുതണം. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഓർത്തോണം XY ആണ്, അതായത് L × B ആണ്. ഇവിടെ നമ്മുടെ എക്സും വൈയും ആണ് നമ്മുടെ ലെങ്തും ബ്രെഡ്ത്തും. അപ്പം അത് XY x × y XY ആണ്. എന്നിട്ട് ഓരോന്നും നമ്മൾ ഒന്ന് എഴുതി വെക്കുക. ഏരിയ റെഡ്യൂസ്ഡ് ബൈ 9. അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ XY ആണ്. XY -9. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ -9 ആണ്. ലെങ്ത് റെഡ്യൂസ്ഡ് ബൈ 5 യൂണിറ്റ്സ്. 5 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നു. x - 5 3 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. y + 3. എന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വെച്ച്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതുപോലെ സെക്കൻഡ് കണ്ടീഷനിലും അതനുസരിച്ച് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് ഓരോ സ്റ്റെപ്പും ഒന്നും കൂടി ഒന്ന് എഴുതിയെന്ന് വെച്ച് ഒന്നും നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ആൻസർ കറക്റ്റ് ആവാൻ വേണ്ടിയാണ് ഓരോ സ്റ്റെപ്പും എഴുതി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റില്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, താങ്ക് യു.